എടാ എനിക്കിതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞുതരോ? എൻ്റെ വാഹനം ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന കാശ് ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ അതിനെ മോഡിഫൈ ചെയ്ത് ആ മോഡിഫൈ ചെയ്ത വാഹനം ഞാൻ വീണ്ടും കാശ് ചിലവാക്കി ഒരു റിക്കവറി വാൻ വിളിച്ച് അതിങ്ങനെ റോട്ടിലൂടെ വേറൊരു വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അത് ഞാൻ പ്രളയം നടക്കുന്ന സ്ഥലങ്ങളിൽ ആ വണ്ടി കൊണ്ടിറക്കി എന്നിട്ട് കുറേ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി എന്നിട്ട് വീണ്ടും ഒരു റിക്കവറി വിളിച്ചിട്ട് തിരിച്ചതുപോലെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുകൊണ്ടിടുമ്പോൾ എനിക്ക് എന്ത് തേങ്ങ കിട്ടുന്നത്? ഒന്നുകിൽ ഒരു പ്രശംസ കിട്ടണം. ഇത് തിരിച്ച് കിട്ടുന്നതെന്ന് വെച്ചാൽ മറ്റൊരു ഫൈൻ, കുറച്ച് ഒരു MVD ഫൈൻ വരും. ഈ വണ്ടി എപ്പോഴെങ്കിലും റോഡിൽ കാണുകയോ എന്തെങ്കിലും ഒരു ചെറിയ നിയമതടസ്സം ഉണ്ടെങ്കിൽ അപ്പന്മാർ ഫൈൻ അടിക്കും. എടാ എന്തിനാടാ ഇങ്ങനെ ജനങ്ങളെ സേവിക്കാൻ പോകുന്നത്? വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടാക്കിക്കോളും, അവന്മാർ പട്ടാളത്തിന് ഇറക്കട്ടെ, നീയൊക്കെ എന്തിനാ വണ്ടി കൊണ്ടിറങ്ങുന്നത്? ഇത് ഭയങ്കര മോശം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു പ്രളയം നടക്കുമ്പോൾ മന്ത്രിമാരൊക്കെ അങ്ങ് കുണച്ചോണ്ട് വരും. എന്തിനാണെന്നറിയോ? ഇത് എന്താ മറ്റേ നിങ്ങളാണ് കേരളത്തിന്റെ സംരക്ഷകർ. എടാ എന്തിനാണ്? ഇതിന്റെ ഒരു ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾ ഭയങ്കര മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത്. എത്ര കിട്ടിലും പഠിക്കരുതാ, എത്ര കിട്ടിലും പഠിക്കരുത്. കഴിഞ്ഞ തവണ ഇതുപോലെ വണ്ടി ഇറക്കിയവന്മാർ പെട്ടുപോയി. അവസാനം പെറ്റി വീട്ടിൽ വന്നപ്പോൾ അവന്മാരുടെ മനസ്സിരിഞ്ഞ പൈസ ഉണ്ടല്ലോ, ഈ ഫൈൻ അടിച്ച പൈസ കൊണ്ട് കേരളം പച്ച പിടിക്കുമോ? മൂഞ്ചണം.